സദസ്സിലുമുള്ള പ്രിയപ്പെട്ട പണ്ഡിതാന്മാർ, മഹാക്കൾ, ദീനി സ്നേഹികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ തുടക്കം പരിശുദ്ധമായ ദീനിനെ ഉപകരിക്കുന്ന തുടക്കമാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. 7 വർഷം പിന്നിടുന്ന 200ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസായ G2 ക്യാമ്പസിൻ്റെ തിരുമുറ്റത്താണ് നാമുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് മർക്കസ് ഒരുപാട് ഗവേഷണങ്ങളും പഠനവും നടത്തി ഈജിപ്തിലും മറ്റു പല രാജ്യങ്ങളിലും പോയി പല സംവിധാനങ്ങളെയും പഠന വിധേയമാക്കിയാണ് G2 എന്ന ഈ സംവിധാനത്തിൻ്റെ കരിക്കുലം തയ്യാറാക്കുകയും അതിവിടെ സംവിധാനിക്കാൻ വേണ്ടി ആലോചിക്കുകയും ചെയ്യുന്നത്. 3 വയസ്സ് പ്രായമുള്ള സംസാരിക്കാൻ ആരംഭിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ, കുട്ടികൾ, അവരുടെ വായിൽ നിന്നും മധുരമൂറുന്ന വാത്സല്യപൂർവ്വം നാം എല്ലാം ആസ്വദിക്കാറുള്ള അവരുടെ സംസാരം, അത് പരിശുദ്ധമായ ഖുർആനിൻ്റെ അക്ഷരങ്ങളും അതിൻ്റെ പാഠങ്ങളുമാകുമ്പോൾ ഒരു മുമ്പിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിന് വല്ലാത്ത കുളിർമയേകുകയും സന്തോഷം പകരുകയും ചെയ്യുന്നത്. ആ രൂപത്തിൽ ചെറിയ കുഞ്ഞുങ്ങളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർക്ക് വളരെ സിസ്റ്റമാറ്റിക്കായി ശാസ്ത്രീയമായ സംവിധാനങ്ങളിലൂടെ അവയിലേക്ക് അക്ഷരങ്ങൾ പകർന്നു വരികയും വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വാക്കുകളും അക്ഷരങ്ങളും ഉച്ചരിച്ച് ആയത്തുകൾ ഓതി അവർ പിന്നീട് ഹൃദിസ്ഥമാക്കുന്ന രൂപത്തിൽ പ്രീ സ്കൂളുകളായി ആരംഭിച്ച ഒരു സംവിധാനം ഇന്നത് ഒരു വലിയ സ്കൂളായി തന്നെ വളർന്ന് പന്തലിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 7 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ചെറിയ സ്ഥാപനമായി തുടങ്ങിയ G2 സ്കൂൾ ഇന്ന് നാം കാണുന്നത് പോലെ വിദ്യാർത്ഥികളുടെ കുത്തൊഴുക്കുള്ള, എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാകുന്ന രൂപത്തിലുള്ള ഒരു മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനമായി വളരുമെന്ന് നാം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. നമ്മുടെ G2 സ്ഥാപനത്തിൻ്റെ മാനേജർ കൂടിയായ ഹാഷിം സാഹിബ്, അദ്ദേഹം നിരന്തരം പറയുന്നൊരു വിഷയം സൗകര്യങ്ങൾ പരിമിതമാണ്, നമുക്കിനിയും വളരണം, ഒരുപാട് സൗകര്യങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കണം, സ്ഥലപരിമിതിയും വിദ്യാർത്ഥികൾക്ക് വേണ്ട ക്ലാസ് റൂമുകളും ഒക്കെ ഇനിയും വളർത്തിക്കൊണ്ടുവരണമെന്ന് അദ്ദേഹം നിരന്തരം ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ നമ്മുടെ ഈ പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലും ഈ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന റിസൾട്ട് നാം കാണുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ചെറുപ്പകാലത്ത് തന്നെ അവർക്ക് ലഭിക്കുന്ന സംസ്കാരവും അവരുടെ സ്വഭാവത്തിലുമുള്ള വളർച്ചയും പഠന മികവുമെല്ലാം നാം വിലയിരുത്തുമ്പോൾ നമുക്ക് ഇത് വ്യാപിപ്പിക്കുകയും ഇത് വളർത്തിക്കൊണ്ടുവരികയും ചെയ്യാൻ ഇനിയും അത്യാവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കാലഘട്ടം, നമ്മുടെ ചുറ്റുപാടുമൊക്കെ
ചെറിയ കുഞ്ഞുങ്ങളെ പോലും വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ജനറേഷനൊക്കെ മാറുകയും അൽഫ ജനറേഷനായി പുതിയ കാലഘട്ടത്തിലെ ന്യൂ ജനറേഷനിൽ നിന്നും വിട്ട് കുട്ടികൾ ഏറ്റവും ഉന്നതമായ രീതിയിൽ വിഷയങ്ങളെ ക്യാച്ച് ചെയ്യുന്ന, മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഏറ്റവും ഉന്നതമായ സാങ്കേതിക വിദ്യകളെ നേരിട്ട് കാണാനും അറിയാനും കഴിയുന്ന പിഞ്ചുകുഞ്ഞുങ്ങളുടെ തലമുറയാണ് ഇന്ന് നാം കാണുന്ന കുട്ടികളെല്ലാം. അവരുടെ ബുദ്ധിയുടെ വികാസം വളരെ വേഗതയിലാണ്. അവർ കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കുന്നതും അതിവേഗതയിലാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അവർക്കാവശ്യമായ വിദ്യാഭ്യാസം അവരുടെ വളർച്ചക്കനുസരിച്ച് കൊണ്ട് നൽകുകയും അതും ധാർമ്മികതയും മൂല്യവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ അവർക്ക് നൽകാൻ സംവിധാനിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇതൊരു വെല്ലുവിളിയായി തീർന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും കുട്ടികളെ കുറിച്ച് പരാതിപ്പെടുന്നൊരു അവരുടെ കയ്യിലൊക്കെയും ഇന്ന് മൊബൈലാണ്, ടാബാണ്. അവർ പുതിയ റീലുകളുടെയും ഗെയിമുകളുടെയും ഒക്കെ ലോകത്താണ് എന്നാണ് പലപ്പോഴും കുട്ടികളെ കുറിച്ച് നാം വിചാരപ്പെടുന്നത്. പക്ഷെ ആ കുട്ടികളെ എങ്ങനെ ധാർമ്മികമായി നമുക്ക് ഉപയോഗപ്പെടുത്താം, മൂല്യബോധമുള്ളവരാക്കി ആ കുട്ടികളെ എങ്ങനെ വളർത്താം എന്ന നമ്മുടെ ആലോചന ചെന്നെത്തുന്നത് ഇതുപോലെയുള്ള സ്കൂളുകളിലാണ്. ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന, വിദ്യാർത്ഥികൾക്ക് നല്ല സംസ്കാരവും സ്വഭാവവും പഠിപ്പിക്കുന്ന, അതും ഏറ്റവും വിശുദ്ധമായ നമ്മുടെ പരിശുദ്ധ ദീനിന്റെ ഒന്നാം പ്രമാണമായ വിശുദ്ധമായ ഖുർആൻ തന്നെ അവർക്ക് പാരായണം ചെയ്യാനും പഠിക്കാനും പറ്റുന്ന സാഹചര്യങ്ങൾ കിട്ടുക, ഇതാണ് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട പോംവഴി എന്ന് മർക്കസ്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള നമ്മുടെ നേതാക്കൾ, പണ്ഡിതന്മാരൊക്കെ തിരിച്ചറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നാം കെട്ടിപ്പടുക്കുന്നത്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ഈ വർഷകാലഘട്ടത്തിൽ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ വളർച്ച അത് വിദ്യാർത്ഥികളിൽ മാത്രം നേരിച്ച് കാണുന്നില്ല, മറിച്ച് അവരുടെ രക്ഷിതാക്കളിൽ, അവരുടെ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ തുടങ്ങിയ അവരുടെ വലിയമ്മമാരിലേക്ക് വരെ നീണ്ടു നിൽക്കുകയും അങ്ങനെ എല്ലാ വിഭാഗം ആളുകൾക്കും, ഒരു കുടുംബത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും കൃത്യമായും ട്രെയിനിങ്ങുകളും പരിശീലനങ്ങളും നൽകി ഒരു ഉത്തമ കുടുംബം തന്നെ രൂപപ്പെടുത്തുന്നതിന് നമ്മുടെ സദറത്തുൽ ഖുർആനിന്റെ സംവിധാനം വഴി സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കതിൻ്റെ പഠന കരിക്കുലവും അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മർക്കസിൽ വെച്ചുകൊണ്ട് GQ വിദ്യാർത്ഥികളുടെ ഒരു സംസ്ഥാനതല മത്സരം നടന്നിരുന്നു. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള GQ വിദ്യാർത്ഥികളായ പല മത്സരാർത്ഥികളും വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയും അവർ പഠിച്ച ഭാഗങ്ങളുടെ ഹിഫ്ള് പഠനവും അടങ്ങിയ ഒരു മത്സരം മർക്കസിൽ വെച്ച് കഴിഞ്ഞ റമദാനിൽ നടന്ന സമയത്ത് ജഡ്ജിയായി അതിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായി. ആ സമയത്ത് വിദ്യാർത്ഥികളുടെ പെർഫോമൻസ് കണ്ടപ്പോൾ 3 വയസ്സും 4 വയസ്സും ഒക്കെയുള്ള നമ്മുടെ ചെറിയ പിഞ്ചുകുഞ്ഞുങ്ങൾ വിശുദ്ധമായ ഖുർആൻ നോക്കിയും കാണാതെയും ഒക്കെ പാരായണം ചെയ്യുന്ന രംഗങ്ങൾ കാണുമ്പോൾ അൽഹംദുലില്ലാഹ് വലിയ അഭിമാനം തോന്നുകയാണ്, സന്തോഷം തോന്നുകയാണ്. നമ്മുടെ ഹിഫ്ളിലും ഒക്കെ പഠിക്കുന്ന എന്ന് വേണ്ട വലിയ പണ്ഡിതന്മാരായി നമ്മളൊക്കെ വളർത്തിയ, നമ്മൾ ഈ ദർസിലൊക്കെ പഠിച്ച ഉസ്താദുമാര് അവരുടെ മെമ്പറുകളിൽ നിന്നും മെഹ്റാബുകളിൽ നിന്നുമൊക്കെ ഓതുന്നതുപോലതിനേക്കാൾ അല്ലെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന സ്ഫുടമായ രീതിയിലുള്ള ഉച്ചാരണവും അവരുടെ പാരായണ മികവുമെല്ലാം നാം കേട്ടപ്പോൾ ഈ സംവിധാനം നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുട്ടികൾ ഏറ്റവും മികവുള്ളവരായി വളരാൻ ഇത്തരം ധാർമ്മിക സ്ഥാപനങ്ങൾ, മൂല്യം ചൂരി ഇല്ലാത്ത
രൂപത്തിൽ അവരെ പിടിച്ചു നിർത്താൻ സ്ഥാപനങ്ങളിലേക്ക് നമ്മളെ മക്കൾ പറഞ്ഞേക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ എത്ര സമ്പത്ത് ചെലവഴിച്ചാലും നമുക്കത് നഷ്ടമാവുകയില്ല. മറിച്ച് ഇന്ന് 60,000-ഉം 60 ലക്ഷവും 70 ലക്ഷവും ഒക്കെ ചെലവഴിച്ച് വലിയ വിദ്യാഭ്യാസം നൽകി MBBS-ഉം CA-യും CMA-യും അതുപോലെ തന്നെ വലിയ വലിയ ഉന്നത വിദ്യാഭ്യാസങ്ങൾ എടുത്ത JRF എടുത്തവരും അതുപോലെ തന്നെ വലിയ പരീക്ഷകളിൽ അനുഭവിക്കുന്ന വിദ്യാർത്ഥികളും അത്തരം പാഠശാലകളിൽ അവർ നടത്തിക്കൂട്ടുന്ന പേക്കൂത്തുകളെ കുറിച്ച് നാം അറിയുമ്പോൾ, ഡോക്ടർമാര് രോഗികളോട് കാണിക്കുന്ന നിഷ്ഠൂരമായ പ്രവർത്തനങ്ങളെ കുറിച്ച് നാം വാർത്തകളിൽ കേൾക്കുമ്പോൾ, പഠന മികവ് അല്ലെങ്കിൽ ഭൗതികമായ ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കുന്നതിന്റെ ഗുണം, അതിന്റെ ഗുണഫലം നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ കുടുംബങ്ങൾക്കോ വേണ്ട വിധം പ്രയോജനപ്പെടുന്നില്ല എന്ന് നഗ്ന സത്യം നാം തിരിച്ചറിയുകയാണ്. നമ്മുടെ ധാർമ്മിക വിദ്യാഭ്യാസമല്ലാതെ ഈ സമൂഹത്തിന്റെ ആ പരിചയത്തിന് മറ്റൊരു പരിഹാരം നാം കാണുന്നില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വ്യവസ്ഥാപിതമായ രീതിയിൽ പഠനവും വിദ്യാഭ്യാസവും ഒക്കെ നൽകുന്ന ഇത്തരം സംവിധാനങ്ങളോട് നാം പരിപൂർണമായും സഹകരിക്കുകയും അവയോട് പൂർണ്ണമായും അത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്ത് നമ്മുടെ മക്കളെ, ഭാവിയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ യുവതലമുറയെ നാം നന്നാക്കാൻ, അവരെ വളർത്തിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ നാം ശ്രദ്ധയൂന്നണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങളോട്, അതിന്റെ വികസന പ്രവർത്തനങ്ങളോടെല്ലാം നമ്മുടെ സഹകരണവും എപ്പോഴും ഉണ്ടാവണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ വർഷത്തെ അധ്യയന വർഷത്തിന്റെ ഈ തുടക്കം ഏറ്റവും മികച്ച തുടക്കമാക്കി അല്ലാഹു തആല മാറ്റി തരുമാറാകട്ടെ. ഉപയുക്തരായ ഉസ്താദുമാർ, അതുപോലെ തന്നെ ഒരുപാട് ഉമറാക്കൾ, നേതാക്കൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ ഒക്കെ പങ്കെടുത്ത ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു മഹനീയമായ മജ്‌ലിസാണ് നമ്മുടെ ഈ സദസ്സ്. ആരൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഈ തുടക്കം, ഇതിന്റെ പ്രാരംഭം ഏറ്റവും നല്ല നിലക്ക് ആയി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ വിദ്യാർത്ഥികൾക്കെല്ലാം നന്നായി പഠിക്കാനും പഠനത്തിന് അനുസരിച്ചുകൊണ്ടുള്ള നല്ല ജീവിതക്രമം രൂപപ്പെടുത്താനും അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ആമുഖമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق، خلق الإنسان من علق. صدق الله مولانا العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. صدق الله مولانا العلي العظيم. ബഹുമാന ആദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, വന്യരായ ശൈഖുന ഇ.കെ. മുഹമ്മദ് ദാരിമി അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ സന്തത സഹചാരികളായി ദീനിന്റെ പ്രവർത്തനങ്ങളിൽ പരിശുദ്ധ സുന്നത്തി ജമാഅത്തിന് അടിസ്ഥാന ശിലഭാഗങ്ങളിൽ ഒരു വേള വലിയ ആലിമീങ്ങളും സാത്വികരായ ധാരാളം ഉമറാക്കളെ കൊണ്ടും സമൃദ്ധമായ ഒരു പ്രദേശമാണ് തെക്കൻ ജില്ല എങ്കിലും അടിസ്ഥാനപരമായ യൂണിറ്റുകളിൽ സംഘടനാപരമായ ചലനങ്ങൾ സജീവമല്ലാത്തൊരു കാലത്ത് ഇവിടെ വരികയും യാതൊരുവിധ വ്യത്യാസവും കൂടാതെ മുഴുവൻ ജമാഅത്തുകളും എന്ന് പറഞ്ഞാൽ തെറ്റില്ല, പരമാവധി പരിസരത്തുള്ള സജീവമായ ഏകദേശം എല്ലാ ജമാഅത്തുകളിലും
അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലിമത്തു തൗഹീദ് അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എൻ്റെ മുൻഗാമികളായ മുഴുവൻ അമ്പിയാക്കളും ഉച്ചരിച്ച, നമുക്ക് അവസാനമായി ഉച്ചരിച്ച് ലോകത്തോട് വിട പറയേണ്ട ഒരു കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയും അതിന്റെ പ്രചരണത്തിന് വേണ്ടിയും നിഷ്കളങ്കമായി യാതൊരുവിധ താല്പര്യങ്ങൾക്കും വക നൽകാതെ അവിടുത്തെ ജീവിതവും പ്രവർത്തനങ്ങളും നമ്മളുടെ സഹവാസവും ഒരു 10 ഉറുപ്പിക സായമാത്തുന്ന അല്ല എന്ന് ഓരോ വ്യക്തിയും കുടുംബവും നാടും തിരിച്ചറിയുന്ന വിധം ഇവിടെ ഇന്ന് സുന്നത്തി ജമാഅത്തിന്റെ യൂണിറ്റുകൾ പോലും സ്ഥാപിക്കാൻ പറ്റിയ വിധം വലിയൊരു പാത വിരിച്ചു തന്ന മഹാനരായ ശൈഖുന കമാലുദ്ദീൻ ഉമർ റളിയല്ലാഹുവിനെ കൊണ്ട് തുടക്കം കുറിച്ച് ആ തുടക്കം അവിടുന്ന് വിത്ത്, ആ ഭാഗ്യ വിത്ത്, അതിന് വേണ്ട വെള്ളവും വളവും ആവശ്യമായ ഊർജവും നൽകി തൻ്റെ ഒരു പുരുഷായുസ് ചുറ്റി നടന്ന മഹാനായ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ 25 ആണ്ടോളം ചുറ്റി നടന്നവർ, 25 ആണ്ടോളം, 25 അല്പം കൂടുതൽ 29 ആണ്ട് ഏകദേശം ഈ തെക്കൻ ജില്ലയിൽ നടന്നതിന്റെ പ്രതിഫലമായി നമുക്കറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ആയിരങ്ങൾ, ആ നാട്ടിലെ പൊതുജനങ്ങൾ, ആണും പെണ്ണും പണ്ഡിതനും പാമരനും, ആ നാട്ടിൽ വിവാഹം ചെയ്തു പോയ കുട്ടികൾ, അവരെ പേരമക്കൾ ഒന്നടങ്കം വന്നുകൊണ്ട് നമ്മുടെ പരിസര ജമാഅത്തുകളിലും പ്രത്യേകിച്ച് നമ്മുടെ കേരളപുരത്തും ഉണ്ടാകുന്ന ദിക്ർ ഹൽക്കകളുടെ സായുജ്യം സഹോദരങ്ങളെ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്ന, അതിനു വേണ്ടി മാത്രം സമയം കണ്ടെത്തുന്ന, തങ്ങൾക്ക് ജോലിയുണ്ടെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിലും അതിലുപരിയായ ഹൽക്കകളെ നെഞ്ചോടെത്തിയ ഒരുപാട് കാരണവന്മാർ, മുന്നോറുകൾ അവിടുന്ന് കവറിലാണ്. അവിടെ കവറുകളുടെ ഇടങ്ങളിലേക്ക് അല്ലാഹുവേ പരിശുദ്ധ ഖുർആനിന്റെ പ്രചരണത്തിന് വേണ്ടി അത് നന്നായി ഉച്ചരിച്ച് തെറ്റുകൂടാതെ പാരായണം ചെയ്ത ഒരു സമുദായത്തെ വാർത്തെടുക്കാൻ വേണ്ടി സാത്വികരായ ആലിമ്യങ്ങൾ പടർന്ന് ഞങ്ങൾക്ക് പകർന്നു തന്ന ഈ വിശുദ്ധ ഖുർആന്റെ പ്രചരണത്തിലെ ആധുനിക കാലത്തോട് കിടപിടിക്കുന്ന നൂതനമായ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലും അറബികളുമായി സംവദിക്കുന്നവരാണ് ഇന്ന് കേരളത്തിലെ 90% ആളുകളും. ഗൾഫിൽ ജോലിയുള്ള ഒരു വീട്ടുകാരൻ ഇല്ലാത്ത വീട് കേരളത്തില്ലെന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. പരിശുദ്ധ ഹറമൈനി പഴയ കാലത്ത് വിരലെണ്ണാവുന്ന ആളുകളാണ് കാണാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് എല്ലാവർക്കും ഒരു വേള ഹറമൈനിൽ ചെല്ലാനും വിശുദ്ധ ഖുർആന്റെ 7 പ്രധാനപ്പെട്ട 7 ഖിറാഅത്തുകളും അതിന്റെ മാധുര്യം അനുഭവിക്കാനുമുള്ള ഭാഗ്യം ഇന്ന് ഹറമൈനിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനപരമായി സംസാരിച്ച് തുടങ്ങുക എന്ന് ഹബീബ് ഉസ്താദ് വളരെ ലാഘവത്തോടെ പറഞ്ഞല്ല. അവരുടെ സംസാരത്തിന്റെ ആദ്യ വാക്യം അത് അള്ളാഹുവിന്റെ നാമം കൊണ്ടാവണം. ആ കുഞ്ഞു ലോകത്ത് ആദ്യം കേൾപ്പിക്കുന്നത് അല്ലാഹു അക്ബർ എന്ന നാമമാണ്. നാം ഡേസുമാരിൽ നിന്ന് കുഞ്ഞിനെ കേട്ടാൻ കാത്തിരിക്കും, അവരോട് തിരക്കി ചോദിക്കും, കുഞ്ഞിനെ തരാനായില്ലേ? ആ കുഞ്ഞ് മറ്റ് ശബ്ദങ്ങൾ, അപശബ്ദങ്ങൾ കേൾക്കാതെ അള്ളാഹുവിന്റെ നാമം ആദ്യം കേൾക്കണം. എന്നിട്ട് കുഞ്ഞ് സംസാരിക്കുമ്പോൾ ആദ്യം അള്ളാഹുവിന്റെ നാമം പറയണം. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് പറയാൻ പാടില്ല. എൻ്റെ കുഞ്ഞ് എൻ്റെ കൈകളിലെ അമാനത്താണ്, നിങ്ങളുടെ കൈകളിലെ സൂക്ഷിപ്പ് സ്വത്താണ്. നമ്മളൊക്കെ മരിച്ചതിന് ശേഷം നമുക്ക് വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ നാം സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ദുആ ഉണ്ട്. ആ ദുആ ഹൃദയസ്പർശമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഞ്ഞുങ്ങളുടെ മയ്യത്ത് നിസ്കാരത്തിന് നിർദ്ദേശിച്ച ദുആ ഹൃദയം കവരുന്നതാണ്. സഹോദരങ്ങൾ, എന്തൊരു വാക്യമാണ്! അല്ലാഹുമ്മ ജഅൽഹു ഫറതൻ ലിഅബവൈ. ഈ മാതാപിതാക്കൾക്ക് ഒരുപക്ഷേ അവിടെ വാർദ്ധക്യത്തിൽ ജീവിതോപഹാരം അല്ലെ ജീവിതോപാധി എത്തിച്ചു കൊടുക്കേണ്ടിയിരുന്ന കുഞ്ഞ് ഇന്നിതാ പിതാവിന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
മാതാവിന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റബ്ബേ വജ്അൽഹു ഫറതൻ ലിഅബവൈ, ആ മാതാപിതാക്കൾക്ക് നീ വലിയൊരു സൂക്ഷിപ്പ് സ്വത്താക്കണം. വസലഫൻ, അവർക്ക് മുന്നേ ചെന്ന് അവരെ കൈകൾ പിടിക്കുന്ന മക്കളാക്കണം. വദുഹറൻ, അവർക്കുള്ള മുത്തുകളും മാണിക്യങ്ങളും. അങ്ങനെ ഹൃദയത്തെ കോരിത്തെരിപ്പിക്കുന്ന വാചകമാണ് ചെറിയ കുഞ്ഞിന്റെ മയ്യത്ത് നിസ്കാരത്തിൽ നാം ചൊല്ലി ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, ആ ഒരു വിധത്തിൽ നമ്മുടെ കൈകളിൽ നഷ്ടപ്പെട്ടു പോയാൽ, റബ്ബ് തിരിച്ചു കൊണ്ടുപോയാൽ ആഖിറത്തിൽ സൂക്ഷിപ്പാണ്. ഭൂമിയിൽ വളർന്നു വരുമ്പോ സൂക്ഷിപ്പ് സ്വത്താകുന്നതിന് പകരം ആ പിതാവിന്റെയും മാതാവിന്റെയും സഹോദരങ്ങളുടെയും സഹോദരിയുടെയും മാറിടം കുത്തിക്കീറുന്ന, കളം അറുത്തു മാറ്റുന്ന ഒരു കാഴ്ച കാണേണ്ട അത്രയും പരിഭവത്തിലേക്ക് ഞങ്ങളെ നാട് മാറിയ, അധാർമികതയിലേക്ക് ഞങ്ങളെ യുവ സമൂഹം മാറിയ കാഴ്ചകൾ സങ്കടത്തോടെ അയവിറക്കുമ്പോൾ തീർച്ചയായും അവിടെ ഇട്ടിരിക്കുന്ന ആ ഒരു പ്രതീക്ഷയുടെ ഈ കിരണം, ഈ വെളിച്ചം, അത് കത്തിച്ചൊലിപ്പിക്കാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഈ 7 വർഷക്കാലം നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്ന് ആ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ അമ്മ സൂറത്ത് പൂർണ്ണമായി പഠിച്ച് ഇവിടെ നിന്ന് ഓതിയപ്പോ അന്ന് മനോഗതം ചെയ്ത ഒരു വ്യക്തിത്വം ഞാൻ ഓർക്കുകയാണ്. പരിസര ജമാഅത്തിലെ കട്ടവള്ളിയുടെ അന്നത്തെ പ്രസിഡന്റ് നവാബ് സാഹിബ്, അള്ളാഹു ഖബറിലാണുള്ളത്. കോടികളും തന്റെ സമ്പത്ത് എന്നോട് ഒരിക്കൽ പറഞ്ഞത്, എനിക്ക് അള്ളാഹു ഒരുപാട് കോടി തന്നിട്ടുണ്ട്, ആ കോടി കൃത്യമായി എത്രയാണെന്ന് ഞാനിതുവരെ മെഷർ ചെയ്തിട്ടില്ല. പക്ഷേ എന്റെ കൽബിന് ആനന്ദം കുറിക്കുന്ന ഒരേ ഒരു കാര്യം, ഈ ദിക്ർ ഹൽക്കയിൽ എന്റെ കണ്ണുണിയായ കമാലുദ്ദീൻ ഉമർ ഖാദിയുടെ കൂടെ ഞാൻ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്. അവിടുത്തെ സീമന്ത പുത്തൻ ഞങ്ങളുടെ നാട്ടിൽ പാകിയ ഈ ദിക്ർ ഹൽക്കയിൽ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ തൊപ്പി വെക്കാൻ അർഹനല്ല, പക്ഷെ ഞാൻ തൊപ്പി വെക്കും. ചിലപ്പോൾ ഞാൻ ഗൗരവമായി ഈ ജമാഅത്തിൽ സംസാരിക്കും, ഞാൻ പ്രസിഡന്റ് ആണെന്നുണ്ട്. പക്ഷേ എൻ്റെ വിനയാന്യത ഈ 1000 ദിക്ർ തീരുമ്പോൾ എൻ്റെ കോടികൾ എൻ്റെ മനസ്സുകൊണ്ട് അലിഞ്ഞു തീരാറുണ്ട്. ഈ കൊറോണയിൽ പ്രിയപ്പെട്ട ഉമ്മയെ കാണാൻ വേണ്ടി ആ വിദേശത്ത് നിന്ന് വരുന്ന വഴിയിൽ ഉമ്മയെ കാണാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവിടെ വെച്ച് എനിക്ക് വിട്ടൊരു വോയിസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എൻ്റെ ഉമ്മയെ കാണാൻ അവസരമുണ്ടോ എന്ന് തോന്നില്ല, പക്ഷേ ഉമ്മ നല്ല രീതിയിൽ ലോകത്തോട് വിട പറയണം, ഉസ്താദ് ദുആ ചെയ്യണം. ഈ വോയിസിന് ശേഷം എന്നോട് അദ്ദേഹം വോയിസ് വിട്ടിട്ടില്ല. പക്ഷേ ഉമ്മയുടെ മുന്നെയോ അല്ലെങ്കിൽ ഉമ്മയോട് ചേർന്നോ യുവാവായി ആരോഗ്യ ദൃഢഗാത്രനായ അദ്ദേഹം ഖബറിലേക്ക് സഞ്ചരിച്ചെങ്കിൽ ഇവിടെ നമ്മോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഇത് മുതലായി പോയി. കാരണം ഈ ഒരു സാധാരണക്കാരന്റെ മകൾ അമ്മസ് ഒരു പണ്ഡിതന്റെ മകളല്ല, ഒരു സെയ്ദിന്റെ മകളല്ല, ഒരു സാധാരണക്കാരന്റെ മകൾ അമ്മ സൂറത്ത് ഓതിയപ്പോൾ ഞാൻ എന്തിനു ജീവിക്കുന്നത്, എൻ്റെ മക്കൾക്ക് ഇത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് വ്യക്തിപരമായി നമ്മോട് പങ്കുവെച്ചൊരു സാധാരണക്കാരായ പണക്കാരൻ. അദ്ദേഹം കലിമത്ത് ചൊല്ലിയിട്ടായിരുന്നു പോകുന്നതിൽ ഒരു സംശയവുമില്ല. കാരണം അദ്ദേഹത്തെ സ്വാധീനിച്ചത് 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹാനരായ കമാലുദ്ദീൻ ഉമർ ഖാദി തങ്ങളുടെ ആ പ്രിയപ്പെട്ട മകനോടുകൂടി ചേർന്നുള്ള ഹൽക്കയാണെങ്കിൽ ഞാൻ അധിക പ്രസംഗം നടത്തുകയല്ല. സഹോദരങ്ങളെ, നമുക്ക് അവസാനം കലിമത്ത് ഉച്ചരിച്ച് കണ്ണടക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ സമയത്ത് പ്രിയപ്പെട്ട മക്കൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നവരും സമർപ്പിക്കുന്നവരും അല്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ ആ പിതാവ് സങ്കടത്തോടെ വിട പറയണം. അതിനൊരൊറ്റൊരു പരിഹാരം നമ്മുടെ കടമ നിർവഹിച്ചു എന്നതാണ്. ഒരു കലാകാരന്റെ കയ്യിൽ കൊടുക്കുന്ന കളറും അവിടുത്തെ പേപ്പറും മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉദാഹരിച്ച ഒരു വെള്ള പേപ്പറും ഒരു പേനയും നമ്മുടെ കൈകളിൽ നാം അത് വരയുന്നതാണ് കുഞ്ഞുങ്ങളിൽ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് എൻ്റെ കരളുടെ കഷ്ണമാണ്. മഹാനായ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു വിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ പ്രധാനപ്പെട്ട ആയത്ത് വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്. അംഫുസിന്റെ ശറഹ് പറഞ്ഞ സ്ഥലത്ത് മലായികത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു കുഞ്ഞോ 2 കുഞ്ഞോ 3 കുഞ്ഞോ ഒരു മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാൽ അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ ഭവനമുണ്ട്. അപ്പോൾ ചോദിച്ചു 2 നഷ്ടപ്പെട്ടാൽ എങ്കിലുമുണ്ട്.
മൂന്നാമത് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ആൾക്കോ അവർക്കുമുണ്ട് എന്ന് വിശദീകരിച്ച ഭാഗത്ത് കൊടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു മലക്കുകളോട് ചോദിക്കും, ഓ മലക്കുകളെ, നിങ്ങൾ ആ മനുഷ്യന്റെ കരന്റെ കഷ്ണം നിങ്ങൾ മുറിച്ചെടുത്തോ എന്നർത്ഥം വരുന്ന ഒരു വാചകം ഇമാം ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുന്നുണ്ട്. അവരുടെ ഹൃദയത്തിന്റെ ഫുആദ്, അവരുടെ ഹൃദയത്തിന്റെ തുടിപ്പ് നിങ്ങൾ ഇല്ലായ്മ ചെയ്തോ എന്നർത്ഥം വരുന്ന ഒരു വാചകം. അതാണ് ഈ കുഞ്ഞുങ്ങളെ തിരിച്ചു പിടിക്കുന്നതിന്, അവരെ റൂഹിനെ പിടിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചതെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ കഷ്ണമാണ്. ഫാത്തിമത്തു ബിദഅത്തും മിന്നി, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ എൻ്റെ കരളുടെ കഷ്ണമാണ്. ആ കരളുടെ കഷ്ണങ്ങളുമായി മടിയിൽ വെച്ച് വന്ന ഉപ്പാപ്പമാർ, ഉപ്പയേക്കാൾ ഉപ്പാപ്പമാർക്കാണ് ആ കുഞ്ഞുങ്ങളുടെ അധികാരവും ആ കുഞ്ഞുങ്ങൾക്ക് ഉപ്പാപ്പമാരുണ്ടാകുന്ന അധികാരം കാണുമ്പോൾ മക്കളായ നമ്മളൊരു പക്ഷേ നാണിക്കും. ഉപ്പായുടെ മടിയിൽ കയറി എൻ്റെ മോൻ കളിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ദൂരം നോക്കിച്ചിരിക്കും. പക്ഷെ വല്യുപ്പ എല്ലാറ്റിനും അവസരം വെച്ചു കൊടുക്കും. വാപ്പന് പക്ഷെ കണ്ണുരുട്ടി തള്ളി മാറ്റെങ്കിൽ വല്യുപ്പ എന്തിനും വക വെച്ചു കൊടുക്കും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുമലിൽ കയറി കളിച്ച സിബുതൈൻ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, അവിടെ ഉമ്മ ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹ നമുക്ക് കാണണം. ഇവിടുത്തെ സഹോദരിമാരായ ടീച്ചർമാരുടെ തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന അവരുടെ കഷ്ടപ്പാടിലും പ്രയാസവും കാണുമ്പോൾ പലപ്പോഴും ആശംസയോട് പറയും, നമുക്ക് അവർക്ക് എന്ത് കൂട്ടിക്കൊടുക്കാൻ കഴിയും. അപ്പോൾ പറയും, ഉസ്താദ് ഇവിടെ കിട്ടുന്നത് എല്ലാ സീക്കും പോലെയല്ല, ഇതൊരു കാരുണ്യത്തിന്റെ ഒരു ഇടമാണ്. കാരുണ്യത്തിന് വേണ്ടിയാണ് മഹാനവകൾ ഈ സ്ഥലം സ്ഥാപിച്ചത്. അവിടത്തേക്ക് കിട്ടുന്നത് മടിയിൽ വെച്ച്, മോനെ ജബ്ബാർ ഇതെന്തെങ്കിലും വാങ്ങിക്കൊടുക്ക്, തിരിച്ചു വീട്ടിലേക്ക് വരും. പക്ഷേ പോകുന്ന വഴിയിലുള്ളത് കിട്ടിയാൽ അത് വീട്ടിലെത്തിയെന്ന് മാത്രം. ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടുള്ള സഹോദരങ്ങളെ, പഴയ തറവാട്ടിലും ഉപ്പയും കിട്ടിയ ഏതാനും സ്ഥലങ്ങൾ കഴിച്ചാൽ അവിടുത്തെ മടിശീല കാലിയായിരുന്നു. ലോകത്തോട് വിട പറയുമ്പോൾ ഒരു വേള ഒരുപാട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു, വിട്ടേച്ചു പോകാൻ കഴിയുമായിരുന്നു. പക്ഷേ നമുക്ക് ഹൃദയം നിറഞ്ഞ് നൽകിയ ഈ ഹൽഖകളും അവിടുത്തെ ദുആഉം ബറക്കത്തും ഈ നാട്ടിൽ നിലനിൽക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ അലിഫ് ചൊല്ലിക്കൊടുക്കുകയാണ്. മഹാനായ സയ്യിദുൽ അംലാഖ്, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരാണ് ഹബീബായ മുത്തു മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യാക്ഷരം ചൊല്ലിക്കൊടുത്തത്. അത് ഏറ്റവും വിജനമായി വളരെ സാന്നിധ്യത്തോടെയും. കാരണം മലക്കിന് വരുമ്പോൾ ഒരു പക്ഷേ ആളുകളുടെ ആവശ്യമില്ല. അതുകൊണ്ട് ആ ഹിറയിൽ അത് സംഭവിച്ചെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ ചുമലിൽ 2 മലക്കുമായി വന്നവരാണ്. കുഞ്ഞിന്റെ മടിയിൽ 2 മലക്ക്, ചുമലിൽ നമ്മുടെ ചുമലിൽ 2 മലക്ക്. അതിന്റെ അപ്പുറം വമലായികുൻ തദഹുൽ ജനാഹ ലഹു ഇദാ യസ്ആ ലിദർബി മറാമിഹി മുതകമ്മില. ഒരു ഇൽമു പഠിക്കാൻ ഒരു മുതഅല്ലിമിന്, ആ ഇൽമു പഠിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന കുഞ്ഞിന് ആ മലക്കിന്റെ ജലവുമായിട്ടാണ് നിങ്ങൾ വന്നത്. അങ്ങനെ ഇവിടെ ചേരാൻ വന്ന കുഞ്ഞുങ്ങളുടെ മലക്കുകൾ ഈ ബൃഹത്തായ സദസ്സിന്റെ സാന്നിധ്യം വഹിക്കാൻ വേണ്ടി മലായികത്തുകൾ ഇവിടെ ഒരുമിച്ചുകൂടെ ആലിമീകളെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ച മലായികകൾ, ഇവിടെ ഓതിപ്പെടുക്കുന്ന ഹാഫിദീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കും കൊണ്ടുള്ള മലായികത്തുകൾ ഈ ഒരു ആത്മീയമായ സാന്നിധ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിലുപരിയായി മഹാനായ ശൈഖുൽ അർവാഹ് അവിടുത്തെ റൂഹ് ഇവിടെ വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അവിടുത്തെ ഹൃദയം തൊട്ട ഒരു കരയാണിത്. കേരളപുരവും അവിടുത്തെ ഹൃദയം നിറഞ്ഞ സ്ഥലമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. അവിടുത്തെ മശായിഖന്മാരുടെ മുഴുവൻ സാന്നിധ്യവും അവിടുത്തെ നിന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള മുസ്തനദായ ഈ പരിശുദ്ധമായ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ ഹബീബ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷത്തിന്റെ നോട്ടം അല്ലാഹു ഈ മജ്ലിസിലേക്ക് നീ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, അന്ത്യവശം എന്ന ഖബറിടങ്ങൾ നീ സ്വർഗീയ തോപ്പുകളാക്കണേ തമ്പുരാനെ. ആ സന്നിധിയിൽ ഞങ്ങൾക്കും ചെല്ലുമ്പോൾ വിശാലമായ ഖബർ നീ നൽകണേ തമ്പുരാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ, ആലിമികൾ, ഈ സഹോദരിമാർ, രക്ഷിതാക്കൾ, അവരെ കുടുംബാദികൾ, ബന്ധുക്കൾ, അവരിൽ നിന്ന് മരണപ്പെട്ട് പോയ എല്ലാവരുടെ ഹദറത്തിലേക്കും ഇതിന്റെ സന്തോഷം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരിലും അവരുടെ മക്കളിലും പേരമക്കളിലും പരമ്പരകളിലും കടന്നു വരുന്ന ഒരു കുഞ്ഞിനെയും നീ പരാജയപ്പെട്ട്
പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത് തമ്പുരാനെ. അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ പിതാക്കൾ പലരും മരണപ്പെട്ടു പോയതുകൊണ്ട് ഒരു 3 ചെറിയ സ്ഥാപനത്തിലെ 3 കുരുന്നുങ്ങളെ ഇവിടെ വിട്ടയച്ച് പ്രിയപ്പെട്ട ഉപ്പ ഖബറിൽ അന്ത്യവിശ്രമമാണ്. അമീൻ അമീൻ. അള്ളാഹുവെ, നല്ല അമ്നുള്ള സുരക്ഷിതത്വമുള്ള ഖബറാക്കണേ തമ്പുരാനെ. ആ പ്രിയപ്പെട്ട പത്നി വിധവക്കും ആ കുഞ്ഞുങ്ങൾക്കും നീ വേണ്ടതെല്ലാം നൽകി അവരെ നീ സംരക്ഷിക്കണേ തമ്പുരാനെ. ആ സംരക്ഷണം ഞങ്ങൾക്ക് ഏറ്റെടുത്ത് നടത്താൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആ കുഞ്ഞുങ്ങളടക്കം എല്ലാ ജഹറത്തുള്ളതുപോലെ എല്ലാം ഞാൻ പറയാൻ കാരണം, പല കുഞ്ഞുങ്ങളുടെയും പൂർണ്ണമായ ഫീസ് വാങ്ങാൻ പോലും കഴിയാത്ത, പക്ഷെ അത് വാങ്ങിയില്ലെങ്കിൽ സ്ഥാപനം എങ്ങനെ മുന്നോട്ട് പോകും? ഹിഫ്ദിലെ കുട്ടികൾക്കും മറ്റു കുട്ടികൾക്കും ആളുകൾ തരുന്ന സംഭാവന നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഉള്ളത് കൊണ്ട് ഇവിടെ തികച്ച് സംഭാവനയും കൊടുത്ത് ബിൽഡിംഗ് ഉണ്ടാക്കണം. ആ കൂട്ടത്തിൽ തങ്ങളുടെ സ്വന്തം ശരീരത്തെയും മക്കളെയും ഒരു വേള മറന്നിട്ടുള്ള ഒരുപാട് ഈ സ്ഥാപനത്തിൻ്റെ പരിസരവാസികളും അഹ്ബാബികളുമായ പ്രിയപ്പെട്ട ജവാക്കയുടെ നേതൃത്വത്തിലുള്ള ഒരുപാട് കൂട്ടുകാരാണ്. ഇതിൻ്റെയൊക്കെ ഊർജം അവർക്കും അർഹമായ പ്രതിഫലം നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാന്. ഈ ഉമ്മമാർക്ക് അവർ മരണം വരെയും അവരെ പരമ്പരകളിൽ സന്തോഷിക്കുന്ന വലിയ മുന്നൊരുക്കലുകളായി സമ്പത്തുകളായി ഈ സ്ഥാപനത്തിൽ പഠിച്ചുപോയ ഇനി വരുന്ന മുഴുവൻ മക്കളെയും നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. അവർക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള എല്ലാവിധ കഴിവും തന്ത്രവും ഹിക്മത്തും സഹനവും ഞങ്ങൾക്ക് നീ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാവർക്കും ഒന്നിച്ചൊരു ഫാത്തിഹ സൂറത്ത് ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത് ഉദ്ഘാടനമായി, ഇതിന്റെ തുടക്കമായി ആ ഫാത്തിഹയെ നമുക്ക് ഈ മഹത്തുക്കളിലേക്കും നമ്മുടെ മുൻഗാമിലേക്കും ഹദിയ ചെയ്യാം. ഒന്നിച്ച് അഊദു ബിസ്മില്ലാഹി എല്ലാവരും ഓതുക. കുഞ്ഞുങ്ങൾ അവരെയും അടക്കിയിരുത്തി എല്ലാവരും ഫാത്തിഹയിൽ പറ്റുന്ന സ്ത്രീകളൊക്കെ ഫാത്തിഹ പറ്റുന്നവരൊക്കെയും മൗനമായി നിങ്ങൾ ശബ്ദമുയർത്താതെ ഫാത്തിഹയിൽ പങ്കുചേരുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. الصراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. നിങ്ങളെല്ലാവരും ധന്യരായ കമാലുദ്ദീൻ ഉമർ റളിയല്ലാഹുവിൻ്റെ ഉറൂസ് ഈ വരുന്ന 10-11 തീയതികളിൽ ദുൽഹജ്ജ് 14-15 വെള്ളിയും ശനിയാണ് 10-ാം തീയതി 11-ാം തീയതി ചൊവ്വ ബുധൻ ഈ 2 ദിവസങ്ങളിൽ അവിടുത്തെ മഖാമിൽ വെച്ച് നടക്കുന്ന പരിപാടികളിൽ കഴിയുന്നവരൊക്കെയും അവിടെ വന്നു ചേരണമെന്ന് കുടുംബസമേതം നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. അതോടൊപ്പം അവിടുത്തെ ആ ഉറൂസ് ഉസ്താദിൻ്റെ വലിയ ഒരു പ്രത്യേകമായ
ഒരനുഭൂതിയോട് ഉസ്താദ് കഴിച്ചുകൂട്ടിയ ഉപ്പയുടെ ഉറൂസ് അത് തൻ്റെ ഒരു ആത്മീയമായ വളർച്ചയ്ക്ക് വലിയ ഒരു നിദാനമായി ഉസ്താദ് കണ്ടിരുന്ന അതിലേക്ക് നിങ്ങളൊക്കെയും ഖുർആനുകളും ഖത്മുകളൊക്കെ ഓതി ഹദിയ ചെയ്യണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രക്ഷകർത്താക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, ഒരു 5 മിനിറ്റ് ശാന്തരായിരിക്കുക. നമ്മുടെ പ്രവേശന ഉത്സവം നടക്കുവാൻ പോകുകയാണ്. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട നമ്മുടെ ഇതിൻ്റെ കസ്റ്റോഡിയനായിരിക്കുന്ന ഹബീബ് നൂറാനി പറഞ്ഞതനുസരിച്ച് 2 വാക്ക് പറയണമെന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ നിലകൊള്ളുന്ന ഈ സ്ഥാപനത്തിൻ്റെ പുറകോട്ട് ഒന്ന് കണ്ണോടിക്കണം. നിങ്ങളെല്ലാം ഒരു അർദ്ധരാത്രി സമയത്ത്, ഉദ്ദേശം 2 മണി, എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് വേണം പോകാൻ. അങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സ്ഥാപനത്തെ പറ്റിയാണ് പറയുന്നത്. രാത്രി 2 മണി സമയം ഞാനും ബഹുമാനപ്പെട്ട ദാരി ഉസ്താദും നാവായിക്കുളത്ത് പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തോട്ടത്തിൽ ഹമീദ് കാക്ക എന്ന് പറഞ്ഞൊരു മഹാനായൊരു വ്യക്തി ഉണ്ടായിരുന്നു. തോട്ടത്തിൽ ഗ്രൂപ്പിൻ്റെ അമീറായിരുന്നു. ദാരി ഉസ്താദിൻ്റെ മുഹിബായിരുന്നു. അതിൻ്റെ മൂത്ത മകൻ ഈ അടുത്ത സമയത്ത് മരണപ്പെടുകയും ചെയ്തു. ഒന്നാമത്തെ അവരുടെ എല്ലാം ഖബറുകളെ പ്രകാശപൂരിതമാക്കുമാറാകട്ടെ. ഇതിന് തൊട്ടടുത്താണ് ആ സംഭവം. ഇപ്പോൾ മസ്ജിദ് ഹാരിസ് നിൽക്കുന്നതിന് തൊട്ടടുത്ത്. ഞങ്ങൾ രാത്രി കൂടി വരുമ്പോൾ ഇതിലേ വരണമെന്ന് വന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് വണ്ടി ഇവിടെ നിർത്താൻ പറഞ്ഞു. ഡ്രൈവറെ നിർത്തി. നല്ല നിലാവുള്ള രാത്രി. മൂപ്പര് മുകളിലേക്ക് നോക്കി എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ കിടക്കുന്ന ഷെഡ് ആരുടെയാണ്? അതൊരു ഷെഡാണ്. 4 സെൻറ്റ് പുരയിടത്തിനകത്ത് ഒരു ഹൈന്ദവ സഹോദരൻ്റെ ഒരു ഷെഡ് പലക കൊണ്ടടിച്ച. ഞാൻ പറഞ്ഞത് ഇന്ന ആളിൻ്റെ വകയാ. ഇവിടെ അനുഗ്രഹീതമായൊരു പ്രദേശമായിട്ട് കാണുന്നു. 100 കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആകാശം കൊണ്ട് പ്രകാശം പോകുന്നു. ഈ സ്ഥലം ഇൻഷാ അല്ലാഹ് ഒന്ന് വാങ്ങിയാൽ എനിക്ക് വന്ന് 2 റക്അത്ത് നിസ്കരിച്ച് ഇവിടെ ഇരിക്കാൻ കൊള്ളാം. അതുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ടുന്ന സംവിധാനം ജബ്ബാറുമായി ആലോചിച്ച് ചെയ്യണമെന്ന് പറയുകയും, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അതനുസരിച്ച് മഹാനാവുകളുടെ നിർദ്ദേശപ്രകാരം വാങ്ങിയ ആ 4 സെൻറ്റ് പുരയിടമാണ് ഇന്നീ കാണുന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ നിദാനം എന്ന് നമ്മളെല്ലാം അറിഞ്ഞിരിക്കുക. മഹാനാവറുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ലക്ഷ്യം, അതിൻ്റെ ഒരു പ്രാപ്തിയുടെ, ആ ലക്ഷ്യത്തിൻ്റെ വഴിയുടെ ഒരു മാർഗമാണ് ഈ തെളിഞ്ഞു കാണുന്നത്. ഇവിടെ ഒരുപാട് പുരോഗതികൾ കൈവരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാണുന്ന പുരോഗതികൾ മുഴുവനും മഹാനായ കമാലുദ്ദീൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും മഹാനായ ദാരി ഉസ്താദിൻ്റെ കറാമത്ത് കൊണ്ട് മാത്രമാണ് നടക്കുന്നതെന്ന കാര്യം നിങ്ങളും ഞാൻ ഓർത്തുകൊള്ളുക. ഇവിടെ ഇത് പ്രവർത്തിക്കുന്നത് ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ ഒന്നുമല്ല. മഹാനവറുകളുടെ കറാമത്തുകളെ കൊണ്ട് മാത്രം ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന, അസൂയാവഹമായ നിലയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കെല്ലാം താല്പര്യമുണ്ടോ അവർ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പുരോഗതിക്ക് വേണ്ടി നമ്മുടെ സന്താനങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, ആത്മീയവും ഭൗതികവുമായ മേഖലയിലൂടെ എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെപ്പറ്റി കേളപുരത്ത് ജുമാഅത്ത് പള്ളി മഹാനായ കമാലുദ്ദീൻ ഉമർ റളിയല്ലാഹു അൻഹു ഉറൂസ് പരിപാടിക്ക് വരുന്നതിന് തലേന്ന് മാനു മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മഹാനായ വാദിനെ അയച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിന് 70 വയസ്സുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് 40 വർഷത്തിന് മുമ്പുള്ള സംഭവമാണ്. 50 വർഷത്തിന് മുമ്പുള്ള സംഭവമാണ് ഈ പറയുന്നത്. ആ മഹാനവറുകൾ വന്നിട്ട് ഒരു സംഭവം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എനിക്ക് 40 ദിവസം പറയാറുണ്ട്. ബിസ്മിയുടെ അർത്ഥം 40 ദിവസം പറയാനുണ്ടെന്ന് മാനു മുസ്ലിയാർ പറയുക. ദാരി ഉസ്താദിൻ്റെ ഉപ്പയുടെ മദ്രസാണ് നിങ്ങൾ ഓർക്കണം. പറയുന്ന ആളും അവിടെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് മൂപ്പര് ബ എന്ന അക്ഷരത്തെപ്പറ്റി സംസാരിച്ചു. 9 മണിക്ക് തുടങ്ങിയ വയത് 12:45 തീരാൻ നേരത്ത് മൂപ്പര് പറഞ്ഞു, ഞാനൊരു ചെറിയ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ മരിച്ചു. ആ സഹോദരി ഒരു കുട്ടിയെ പ്രസവിച്ചു. കുട്ടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പേര് പറഞ്ഞു കൊടുക്കുകയും
തുടർന്ന് ബിസ്മിയുടെ ബ എന്ന അക്ഷരം പറയാൻ പറഞ്ഞു. ഈ കുട്ടിയുമായി ബാപ്പയുടെ ഖബറിൻ്റെ അടുത്തേക്ക് പോയി. അതിനുശേഷം ഈ പ്രിയപ്പെട്ട പിതാവ് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. വിശദീകരിക്കേണ്ട കാര്യമായതുകൊണ്ട് ചുരുക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്, സ്വർഗത്തിലേക്ക് ബ എന്ന അക്ഷരം ഒരു കുഞ്ചോമന കുഞ്ഞിൻ്റെ ചുണ്ടിൽ നിന്ന് അടർന്നു വീണപ്പോൾ നരകമുക്തനാക്കാൻ പരിശുദ്ധ ഖുർആനിലെ ബിസ്മിയുടെ ബ എന്ന അക്ഷരം പറഞ്ഞത് കൊണ്ടുണ്ടായെങ്കിൽ ബാക്കിയുള്ള അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് ആകർഷിക്കുവാനും ഇത് പഠിക്കുവാനും ഉത്സാഹപൂർവ്വം നിങ്ങൾ കൊണ്ട് ചേർക്കുവാനും ഇതിൻ്റെ സർവ്വതോമുഖമായ പുരോഗതിക്ക് അക്ഷീണം പരിശ്രമിക്കണമെന്നും ദാരിമി ഉസ്താദിനെയും കമാലുദ്ദീൻ മറന്നു പോകത്തെന്ന് ഉണർത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. اللهم صل على سيدنا محمد وعلى ال سيدنا محمد والصلاه والسلام على سيدنا يا رسول الله في يدي قلبك ايدي بيدك من بعد يا رسول الله كيفك മഹത്തുക്കളായ മഹത്തായ വിഗ്രഹത്താൽ ഈ അലിഫിലൂടെ ജീവിതമുള്ള പ്രൊഫേറ്റ് നൽകി നാളെ അവരുടെ ദിനാത്തിനുള്ള ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിവിശാലമായ ഒരു പ്രഭാഷണത്തിന് സമയമല്ലെന്നറിയാം. ഈ ഒരു ജീവിക്കുക എന്ന ഈ ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തുടക്കകാലങ്ങളിൽ പ്രവർത്തിക്കുവാനും അതിൻ്റെ നാൾവഴികളിൽ ചെറിയ ചെറിയ സംഭാവനകൾ നൽകാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയായിരുന്നത് രക്ഷിതാക്കളോട് എനിക്ക് സൂചിപ്പിക്കാറുണ്ട്. പ്രഭാഷണം സൂചിപ്പിച്ചതുപോലെ ആൽഫയും ബീറ്റയും ജനറേഷനൊക്കെയാണ് നമ്മൾ പറയുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിയാണ്. നമ്മളെക്കാൾ ഉപരി ബുദ്ധിപരമായ കഴിവ് പ്രകടിപ്പിക്കും. പുതിയ സൈക്കോളജി പറയുന്ന അൾട്രാ ജനറേഷൻ, അൾട്രാ എന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ വിട്ടുപോകും. ഭൂമിയിൽ നിന്ന് തന്നെ വിട്ടു പറക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ പുതിയ തലമുറ വരുമ്പോൾ ആനുകാലികമായ വിഷയങ്ങളിൽ ദീനിനെ സംവദിക്കുവാൻ, ദീനിനെ പഠിക്കുവാൻ, അതിനെ പ്രചാരത്തിൽ കൊണ്ടുവരുവാൻ ഒരു പുതിയ തലമുറ ആവശ്യമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ വിദ്യാഭ്യാസ വിരുപാന്തരന്മാരും നേതാക്കന്മാരും ഒന്നിച്ച് രൂപം കൊടുത്ത ഈ ജീവിക്കുക എന്ന പ്രസ്ഥാനം ഇതിനെ വേണ്ടതുപോലെ പൊതുജനം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന സംശയമാണ്. കാരണം ആദ്യം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചായിരിക്കും പറയാം. ഇത്രയും ഫീസ് കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ലാതെ. എന്നാൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മീയ ഭൗതിക സമന്വയത്തിന് ഈ ഒരു പ്രായം ഏറ്റവും പക്വതയുള്ള രൂപപ്പെടുന്ന ഒരു പ്രായത്തിൽ ഈ സമഞ്ജസമായി സമ്മേളിക്കുന്ന ആത്മീയ ഭൗതിക സമന്വയത്തിൻ്റെ ജിപി പോലെയുള്ള പ്രസ്ഥാനങ്ങളെ ഉൾക്കൊള്ളാതിരിക്കുന്നവർ ഈ 30,000 അപ്പുറത്തേക്ക് പൂജകളിട്ടുകൊണ്ട് പരിഹാരം കാണേണ്ട അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ ലോകം. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളോട് സൂചിപ്പിക്കാറുണ്ട്, നമ്മുടെ മക്കളുടെ ആത്മീയമായ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തേണ്ടത് ചെറുപ്രായത്തിലാണ്. കല്ലിൽ കൊത്തിവെച്ചതുപോലെ അവൻ്റെ കൽവിലേക്ക് ഇസ്ലാമികമായ ആശയങ്ങളെയും ആദർശങ്ങളെയും സന്നിവേശിപ്പിക്കാൻ ഈ പ്രായമാണ് ഏറ്റവും നല്ലത്. തിരിച്ചറിവ് രക്ഷിതാക്കളുണ്ടായാൽ അതൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ മക്കളെ എത്രയാണോ ഭൗതിക വിദ്യാഭ്യാസം നടത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഉദാഹരണത്തിന് 10ാം ക്ലാസ് വരെയാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ ദീൻ നിലനിൽക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10ാം തരം മദ്രസ പഠിപ്പിക്കണം. നിങ്ങൾ 12ാം തരമാണ് കുട്ടികളെ കുട്ടികളെ നമ്മുടെ 12ാം തരം പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ കുട്ടി പറഞ്ഞു അൾട്രാ ജനറേഷനായി മാറും. കാരണം നമുക്ക് നിയന്ത്രണമില്ലാത്ത ഒരു തലമുറയായി പോകുന്നതിന് പ്രധാന കാരണം ഈ ബാലൻസിങ് നഷ്ടപ്പെടുന്നതാണ്. ഭൗതികമായ വിദ്യാഭ്യാസത്തെ ബാലൻസ് ചെയ്യാൻ നമ്മുടെ ആത്മീയ വിദ്യാഭ്യാസത്തെ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു സംശയം, ഇപ്പോൾ 12ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സംശയമുണ്ടായി. ചാൾസ് ഡാർവിൻ പറഞ്ഞു നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കുരങ്ങന്മാരാണ്. അതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ ആ ഭൗതിക അവൻ പഠിക്കുന്ന ഹിസ്റ്ററിയിലോ സയൻസിലോ ഇംഗ്ലീഷിലോ ഒന്നും അവനെ ബാലൻസ് ചെയ്യുന്ന കാര്യങ്ങളില്ല. അപ്പോൾ എൻ്റെ പൂർവ്വപിതാക്കന്മാർ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആത്മീയമായ ഒരു വിദ്യാഭ്യാസം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളുടെ വിദ്യാഭ്യാസം എത്ര ഉന്നത തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ അത്രയും തലത്തിലുള്ള ആത്മീയ വിദ്യാഭ്യാസം നൽകുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ
നമ്മുടെ കുട്ടികൾ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. ഇതൊരു മുന്നറിയിപ്പായി ഒരു അറിവായി നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഖേദിക്കേണ്ടി വരികയില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തായാലും സഹത്തുൽ ഖുർആന്റെ ശാസ്ത്രീയമായ സംവിധാനങ്ങളോടുകൂടി ഇവിടുത്തെ അധ്യാപികമാരുടെ നിരന്തരമായ പരിശീലനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ വിദ്യാഭ്യാസത്തെ വളരെ കൃത്യമായി നമുക്ക് ദുനിയാവിലും ഉപകരിക്കുന്നതാക്കി മാറ്റാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ MGB സ്കൂളിൻ്റെ എക്സാമായിരുന്ന ബഹുമാനപ്പെട്ട വാഹിദ് സാറ് നമ്മുടെ വേദിയിലുണ്ട്. രണ്ടു പേർക്ക് ആശംസ അറിയിക്കാൻ വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന ആദരണീയനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ അലീദ് ഉസ്താദ് അവരുടെ ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ദാരിമി ഉസ്താദിൻ്റെ മക്കൾ, മരുമക്കൾ, കുടുംബാദികളെ, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അബ്ദുൽ ജബ്ബാർ സാഹിബിൻ്റെ പ്രിയ പിതാവ് അസീസ് സാറ്, ബഹുമാന്യനായ നൂറുദ്ദീൻ മഹ്ദരി ഉസ്താദ്, ഇവിടെ അലി പഠിപ്പിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുമായിട്ട് വന്നിരിക്കുന്ന രക്ഷിതാക്കളെ, ഉമറാക്കളെ, ഉലമാക്കളെ, വാത്സല്യനിധികളായ കുഞ്ഞുങ്ങളെ, ഇന്ന് മഹത്തായ ഈ സമ്മേളനത്തിൽ ആശംസ അർപ്പിക്കാൻ ഒരു അവസരം കിട്ടിയത് ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, ആത്മീയ ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു.